രണ്ട് ആൺകുട്ടികൾ പുഴയിൽ നിന്ന് തങ്ങളുടെ സൈക്കിളുകൾ വലിച്ചെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവരുടെ കാന്തത്തിൽ ഒരു ചെറിയ അണുബോംബ് കുടുങ്ങിയത്. ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ആ പ്രദേശം മുഴുവൻ സീൽ ചെയ്തു. കാരണം അവിടെ ഒരു അന്താരാഷ്ട്ര സ്വിമ്മിംഗ് മത്സരം നടക്കാൻ പോകുകയായിരുന്നു. ശേഷം പരിശോധിക്കാൻ വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ പകുതി ഭാഗം നഷ്ടപ്പെട്ട ഒരു തിമിംഗലത്തിന്റെ ശരീരം അവർ പെട്ടെന്ന് കണ്ടു. അതേസമയം ഒരു കറുത്ത നിഴൽ അവർക്ക് പിന്നിലൂടെ കടന്നുപോയി. ഭയന്നുപോയ അവർ മുകളിലുള്ള സംഘത്തോട് കയർ വേഗത്തിൽ വലിക്കാൻ ആവശ്യപ്പെട്ടു. പുറത്തു വന്ന ശേഷം അവർ കാര്യങ്ങളെല്ലാം വനിതാ മേയറോട് പറഞ്ഞു. സ്രാവിനെ പിടികൂടാൻ ഒരു ടീം വെള്ളത്തിനടിയിലേക്ക് പോയതും വലിയൊരു കൂട്ടം കുട്ടി സ്രാവുകളെ കാണുകയും ചെയ്തു. എന്നാൽ മേയർ അതൊന്നും വകവയ്ക്കാതെ മത്സരം ആരംഭിച്ചു. ആ സമയം വെള്ളത്തിനടിയിലുള്ളവർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആ കുട്ടി സ്രാവുകളെ കൊന്നു. കുഞ്ഞുങ്ങൾ ചത്തതോടെ ആ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് അവയുടെ തള്ള സ്രാവ് ഉണർന്നു. തന്റെ കുഞ്ഞുങ്ങളെ കൊന്നതിന് പകരം ചോദിക്കാൻ അത് ഭ്രാന്ത് പിടിച്ചതുപോലെ മത്സര സ്ഥലത്തേക്ക് കുതിച്ചു. കളിക്കാർ ഓരോരുത്തരായി മുങ്ങാൻ തുടങ്ങിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. വെള്ളത്തിൽ ഒരു സ്രാവുണ്ടെന്ന് ഒരു പെൺകുട്ടി പെട്ടെന്ന് അലറി വിളിച്ചു. എല്ലാവർക്കും പുറത്തു കടക്കാൻ കഴിയുന്നതിന് മുമ്പ് സ്രാവ് ഒരു കളിക്കാരനെ കൊന്നു. തനിക്ക് വലിയൊരു തെറ്റ് പറ്റിയെന്ന് മേയർക്കൊടുവിൽ മനസ്സിലായി. പോലീസ് സ്രാവിന് നേരെ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. അതിനാൽ സ്രാവ് ബോധപൂർവം രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പഴയ പീരങ്കിയുണ്ടകൾ നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു സ്ഫോടനം നടന്നു. സ്ഫോടനം കാരണം പുഴയിലെ വെള്ളം നഗരത്തിലേക്ക് ആഞ്ഞൊഴുകി. ജീവൻ രക്ഷിക്കാനായി ആളുകൾ എല്ലാ വശങ്ങളിലേക്കും ചിതറി ഓടാൻ തുടങ്ങി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.